ഇപ്പോൾ ലഭിക്കുന്ന സങ്കടകരമായ ഒരു വാർത്തയിലേക്കാണ്. സ്കൂൾ വിട്ട് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാൻ കനാലിലേക്ക് മറിഞ്ഞ അപകടം. 7 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു, 1 വിദ്യാർത്ഥിനി മരിച്ചു. വൈകിട്ട് 4:30 ഈ അപകടം ഉണ്ടാകുന്നത്. നിയന്ത്രണം വിട്ട വാൻ കനാലിലേക്ക് മറിയുകയായിരുന്നു. െത്തുമ്പോഴവിടം എന്തൊരു രസമെന്നോ. അവിടെ പാൽക്കാവടിയുണ്ട്, അവിടെ പായസപ്പുഴയുണ്ട്, അവിടെ കാത്ത് കാത്തോരമ്മയിരിപ്പുണ്ട്. ചാഞ്ചാടി ആടി ഉറങ്ങ് നീ, ചരിഞ്ഞാടി ആടി ഉറങ്ങ് നീ. ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ. ചിലമ്പാതെ ചിലമ്പുന്ന പാദസരം, അമ്മയുടെ കയ്യിലെ കിങ്ങിണി കളിപ്പാട്ടം, കിലുങ്ങാതെ കിലുങ്ങുന്ന കിലുക്കാമ്പെട്ടി. ആ പെട്ടി തുറന്നാലോ അതിൽ1000 നക്ഷത്രം. ആ നക്ഷത്രക്കൂട്ടിൽ നിറയെ സ്നേഹപ്പൂങ്കിളികൾ. കിളിപ്പാടും പാട്ടിലൊരമ്മ മനസ്സുണ്ട്. ചാഞ്ചാടി ആടി ഉറങ്ങ് നീ, ചെരിഞ്ഞാടി ആടി ഉറങ്ങ് നീ. ആകാശത്തു ഞാലാട് നീ, കാണാക്കിനാ കണ്ടുറങ്ങ് നീ. ചാഞ്ചാടി
അർച്ചന, എന്തോ പെർഫോമൻസ് റൗണ്ടില് അർച്ചനയുടെയും ടീമിന്റെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. താങ്ക് യു. നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ പാട്ടിന് മാത്രമല്ല ആ ഒരു ഹോൾ ആക്ടിനും കൂടെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു റൗണ്ടാണ് നമ്മുടെ ഒരു പെർഫോമൻസ് റൗണ്ട്. ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിരുന്നു നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ്. അതിനു മുന്നേ നമുക്ക് ഈ ആളൊന്ന് പരിചയപ്പെടണ്ടേ? ഹലോ ഹലോ ഹലോ, ഏതാ നമ്പർ? ഇതാരാ? കുട്ടി പാർവണയോ? എന്റെ പേരെന്താന്നറിയോ? ഇല്ലേ, എന്റെ പേര് പാർവതി. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ പേരില് പാറുണ്ട്. ഒരണയുടെ പ്രശ്നമുള്ളൂ, 4 അണയുടെ പ്രശ്നം. അത് മാത്രമേ ഞാൻ ആ കുട്ടിയുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് കാണുന്നുള്ളൂ. എന്നാ മൈക്കൊക്കെ പിടിച്ചേ, കോൺഫിഡന്റ് ആയിട്ട് സംസാരിച്ച. ഏത് ക്ലാസ്സിലാ? UKG. ഇത് എവിടെ ഇപ്പൊ നിക്കുന്നേ? സൂപ്പർ സ്റ്റാറിലാണ്. സൂപ്പർ സ്റ്റാർ. അതൊക്കെ ആരൊക്കെയാന്നറിയോ? ഒന്ന് ചോദിച്ചോ, പരിചയപ്പെടുത്തോ? ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ചോദിക്കൂല. ഒന്ന് ചോദിച്ചു നോക്ക്. മോളെ ഇവിടെ ഞങ്ങളെ പരിചയപ്പെടണമെന്നുണ്ടോ? ഹായ് 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 ഹായ്. പേരെന്താന്ന് ചോദിക്കാ അവരുടെയൊക്കെ. പേരെന്താ? എന്റെ പേര് മഞ്ജരി. മോളെ എന്റെ പേര് ശരത്. മോളെ എന്റെ പേര് ഷാൻ. അവളെ എന്റെ പേര് കുറച്ച് വ്യത്യസ്തമാണ്, കുട്ടപ്പൻ പിള്ള. ഓക്കെ, എന്നെ അറിഞ്ഞൂടെ? അറിയോ പറ. ഞാൻ മോളെ എടുത്തോണ്ട് നടന്നിട്ടുണ്ടല്ലോ കൊച്ചിയില്. മറന്നുപോയത്. പോയി മുട്ടായി ഒക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. മറന്നുപോയി. കുട്ടപ്പൻ പിള്ള ഓർമ്മയില്ലേ? കുട്ടണ്ണേ ഓർമ്മയില്ലേ? മക്കളെ കടത്താൻ ശ്രമിച്ച ആള്. ഇതാരാ ഇത്? ആർച്ച മാമയാ. മൈക്ക് വിടടി. വാ മോനെ, മോൻ ഫ്രണ്ടിലോട്ടോ. മോനാ മക്കളെ പറ. ആ കൊച്ചിനെ പിടിക്ക് ഓടിക്കാതെ. ആർച്ച ചേച്ചി. ചേച്ചി നല്ല ആദ്യം വിളിച്ചേ. ആദ്യം എന്താ വിളിച്ചേ? അമ്മായി. ആദ്യം മോൻ എന്താ വിളിച്ചേ? ആർച്ചമാമ. അവളെ നോക്കണ്ട, പറഞ്ഞോ. ആദ്യം അർച്ചമേമ. ആർച്ച മേമയോ? മേമയാണോ നീ? അതിനെന്താ, നല്ല കാര്യല്ലേ? പറയൂ. ചേച്ചിയുടെ കുഞ്ഞ. ചേച്ചി എന്ന് പറയുമ്പോ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മകളാണ്. കുഞ്ഞമ്മ എന്ന് പറയുന്നത്. ഓ, അപ്പൊ ആർച്ചമേമയുടെ കൂടെ പെർഫോം ചെയ്യാൻ വന്നതാ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. ഇനി ഇതാരാ? ഞാൻ അർച്ചനന്റെ ഫ്രണ്ടാണ്. ഓ, അഷിൻ. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അർച്ചനയുടെ കൂടെ ഉള്ള ഒരു പെർഫോമൻസ്? കുഴപ്പമില്ല അല്ലേ? ഞങ്ങള് മാക്സിമം ചെയ്തു എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. MG സർ. അസലായിരുന്നു. പറുണ ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഇത്തിരി ഡിലേ ഉണ്ട്, അത്രേ ഉള്ളൂ. പാടിയതും നന്നായിരുന്നു കേട്ടോ, ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം പ്രയാസമാണ്. കാരണം ഇങ്ങനെ കുട്ടികളെ ഇങ്ങനെ താലോലിച്ച് മുട്ടി കുത്തിയിരുന്ന് പിന്നെ അങ്ങോട്ടെടുത്ത് ആട്ടി, ഇതൊക്കെ പാട്ടിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല രസമായിട്ട് വന്നു, നല്ല ഫീലുണ്ടായിരുന്നു, നല്ല സംഗതി ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ ഈ പ്രമേയം, നമ്മളിപ്പോൾ പെർഫോമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലോ, ആ പ്രമേയം വളരെ അതിശക്തമായിട്ട് തന്നെ നമ്മുടെ മനുഷ്യൻ്റെ മനസ്സിൽ, നമ്മുടെ എല്ലാ മനസ്സിൽ അത് കൊണ്ടു. അവിടെയാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. കാരണം ആദ്യം തന്നെ ആ അനൗൺസ്മെൻ്റ് വന്നു, ഇതുപോലെ ഇങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്. അത് ഈ പാട്ട് പാടുമ്പം ആ ഫീല്, ആ അനൗൺസ്മെൻറ്റ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു എവിടെയോ ഒരു ചെറിയൊരു നൊമ്പരം. അതാണ് അതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു ക്യാച്ച് എന്ന് പറയുന്നത്. മോളും ആദ്യമായിട്ടാണെങ്കിലും മോള് നന്നായിട്ട് അഭിനയിച്ചു കേട്ടോ. എന്തായാലും എൻ്റെ പേര് അറിഞ്ഞൂടല്ലോ മോളെ. അറിയോ? നേരത്തെ പറഞ്ഞില്ലേ? കുട്ടപ്പവെള്ളം. കുട്ടപ്പമാണോ? കുട്ടപ്പം പിള്ള. കുട്ടപ്പം പിള്ള. വെരി ഗുഡ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഷാനിക. അർച്ചന സർ. അടിപൊളിയായിരുന്നു അർച്ചന. താങ്ക് യു. പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ നടന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടായ, ഇപ്പോൾ എഴുന്നേക്കാൻ നേരത്തുള്ള ആ സമയത്ത് പാടിക്കൊണ്ടും ഇരിക്കുകയായിരുന്നു. അപ്പോൾ അന്നേരം മാത്രം ഉണ്ടായ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രം. പക്ഷെ ഭയങ്കര ഫീലായിരുന്നു അർച്ചന. തുടക്കം തൊട്ട് അവസാനം വരെ വൻ ഫീലായിരുന്നു.
ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഞാനും ആകെ ആകാശത്തൂഞ്ഞാലായിരുന്നു എല്ലായിടത്തും കയറ് പൊട്ടി വീണത്. ഞാൻ ആലോചിക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ന്യൂസ് ഒരു വീട്ടിൽ അറിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. കാരണം രാവിലെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും, അവര് അമ്മമാരാണെങ്കിലും അച്ഛനാണെങ്കിലും അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസിക വിഷമം എന്തായിരിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തുപോയി. അപ്പൊ അത് ഹാറ്റ്സ് ഓഫ് കേട്ടോ. അപ്പൊ അർച്ചനയും പാറും അശ്വിൻ അല്ലേ, നിങ്ങൾ 3 പേരും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാർട്ട് ടച്ചിങ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ ചക്കരെ കുഞ്ഞെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. മക്കൾക്ക് ആദ്യം പറഞ്ഞു. താങ്ക് യു. അല്ല മേമേ സർ ബ്യൂട്ടിഫുൾ, Thank you, സൂപ്പർ സൂപ്പർ. നിങ്ങളുടെ ആക്ട് മൊത്തത്തിൽ ഭംഗിയായി. കാര്യം എല്ലാവരും അവരവരുടെ പാർട്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ ഈ ആകാശത്ത് അത് നമുക്ക് ആകാശത്ത് നിന്നാ പക്ഷേ ഈ തൊട്ടിൽ വന്നേക്കുന്നത്. സാധാരണ അങ്ങ് അറ്റം കാണാൻ പറ്റത്തില്ല. ഓക്കെ, എങ്കിലും അതൊക്കെ കൊള്ളായിരുന്നു മൊത്തത്തിൽ. പിന്നെ അശ്വിനാണോ അതോ അശുവോ? അഷിൻ അഷിൻ അശ്വിൻ അഷിൻ അശ്വിൻ. ആയി വരുന്ന പേരെന്തെങ്കിലും ഇട്ടാ പോലെ. അശ്വിൻ അഷിൻ നന്നായിരുന്നു. അശ്വിൻ താങ്ക് യു. അശ്വിൻ അങ്ങ് ജീവിക്കായിരുന്നു. ഓ എന്തൊക്കെയാലും നന്നായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ആക്ട് വണ്ടർഫുൾ, ഉഗ്രായിട്ട് പാടുകയും ചെയ്തു. താങ്ക് ഓൾ യു. ദി ബെസ്റ്റ്. അണ്ണാച്ചി, എന്തോ താങ്ക് യു സർ. ഓർക്കസ്ട്ര ഓർക്കസ്ട്ര ബ്യൂട്ടിഫുൾ. ആ നന്നായി. നിങ്ങളെ മറന്നുപോയതല്ലടാ. നിങ്ങളിപ്പോ നമ്മൾ സൂര്യൻ പ്രകാശം തരുന്നു എന്ന് പറയുന്ന പോലെ അതൊരു നഗ്ന സത്യമാണ്. അതുകൊണ്ട് എപ്പോഴും പറയും രാവിലെ എണ്ണിച്ചിട്ട് സൂര്യൻ പ്രകാശം തരും. അടിപൊളി എന്ന് പറയേണ്ട കാര്യമില്ല. അസാധ്യമായിട്ട് വണ്ടർഫുൾ, നല്ല ഫീൽ, നല്ല ഫീൽ. ബ്യൂട്ടിഫുൾ. സൂപ്പർ സൂപ്പർ. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി. അർച്ചന മാം സൂപ്പർ സെലക്ഷൻ മോളെ. താങ്ക് യു. നൈസ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് കൂടിയാണ്. പിന്നെ എനിക്ക് ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഇത് ശരത് സർ, ഇത് ഈ പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് രമേശ് നാരായൺ സാറിന് പാടാൻ പോകുന്നത്. അപ്പം സാറിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ട്രിവാൻഡ്രത്ത് SS ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ അവിടെ പോയി അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യും. അപ്പോൾ അകത്തൊരു പാട്ട് നടന്നുകൊണ്ടിരിക്കുക, ചാഞ്ചാടിയാട്. അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എന്തൊരു നല്ല പാട്ട്, ഇതുപോലത്തെ ഒരു പാട്ടായിരിക്കും അപ്പം ഞാനും പാടാൻ പോകുന്നത് എന്നുള്ളൊരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുക. അല്ല, അല്ലാതെ ഇതായിരുന്നെങ്കിൽ എനിക്കൊന്നും ആഗ്രഹിച്ചില്ല. അല്ല, ഇതുപോലെ ഒരു പാട്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഗായത്രി പാടി ഇറങ്ങി. പിന്നെ ഞാൻ അകത്ത് കയറി പാട്ട് പഠിക്കുമ്പോൾ സാർ പറഞ്ഞു, മോളെ എഴുതിക്കോ, പാട്ട് എഴുതിക്കോ, ഇതിങ്ങനെ അമ്മ മകൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ പടത്തിൽ മുഴുവൻ അങ്ങനത്തെ പാട്ടുകളല്ലേ, മുകിലിൻ മകളെ, ഇതൊക്കെ ഞാൻ ഫുൾ എഴുതി. പാട്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ദൈവം, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പാട്ടാണല്ലോ, ഇത് ഞാൻ എങ്ങനെ, അയ്യോ മറ്റേതായിരുന്നല്ലോ കുറച്ചുകൂടെ എളുപ്പം. ഞാനിങ്ങനെ ആലോചിച്ചു, അത് ഭയങ്കര എളുപ്പമുള്ള പാട്ടായിരുന്നല്ലോ, ഇത് ഞാൻ എങ്ങനെ പാടും? അപ്പം ഞാനിങ്ങനെ ആ ഒരു കുറച്ചു നേരം ആ കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ സാർ പറഞ്ഞു, ഇല്ല നമുക്ക് പാടാം, റെഡി, പഠിച്ചോ. അപ്പോൾ പഠിച്ചു. പാടിക്കഴിഞ്ഞിട്ട് ഈ പാട്ടിനാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അന്ന് MG സാർ ഒരു കഥ പറഞ്ഞിരുന്നു, പാട്ട് മാറി പാട്ട് ഈ പാട്ടല്ലേ ആ പാട്ടല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു മഹാഭാഗ്യം മകൾക്ക് എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ എനിക്ക് കിട്ടിയപ്പോൾ അത് ഓൾ ദി ക്രെഡിറ്റ്സ് ടു രമേശ് നാരായൺ സാറും പിന്നെ നമ്മുടെ കൈതപ്രം സാറിനും. പിന്നെ മോൾ ഇന്ന് പാടിയത് മനോഹരമായിട്ട് പാടി. MG സാർ പറഞ്ഞ അതേ പോയിന്റ് ആണ്. ഈ നടന്നുകൊണ്ട് ഇത്രയും ആക്ഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് പാടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എന്നാലും ബിബി 2-3 സ്ഥലങ്ങൾ അതന്നെയാണ് ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ കുറച്ചുകൂടി ഒന്ന് പെർഫെക്ഷൻ ആവാമായിരുന്നു എന്ന് മ്യൂസിക്കലി നോക്കുമ്പോൾ. പക്ഷെ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഈ ഒരു രീതിയിൽ എല്ലാം കൊണ്ടും ബാലൻസ് ചെയ്തത് ഒരു കൊച്ചുകുട്ടി ഓടി വരുന്നു. പാർവണക്കുട്ടി, എന്താ ഈ ബാക്കിലുള്ള പാവകളിൽ ഏതാ ഏറ്റവും ഇഷ്ടം? ആ കറുപ്പൊടുപ്പ് ഇട്ട് നിൽക്കുന്നത് എടുത്തിട്ടോ ഇഷ്ടപ്പെട്ടത്? വലുത് നോക്കി നോക്കി അവളെടുക്കുള്ളൂ. അതാണോ ഏറ്റവും ഇഷ്ടം? മക്കളെടുത്തോ? ആയി കൊള്ളാലോ. അതിനെന്തെങ്കിലും പേരിട്ടോ? ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഒരു പേരിടണ്ടേ നമുക്ക്? ഇപ്പൊ തന്നെ നമുക്കൊരു പേരിടാം. ശരത് കുട്ടമ്പിള്ള. എന്ത് പേരിടും? മോള് പറ, എന്താ പേര്? പൊന്നു. മിന്നു. മിന്നു. നല്ല പേര്. ആദ്യമേ എല്ലാം നോട്ടോട്ട് വെച്ചു, എല്ലാം ഇഷ്ടപ്പെട്ട്. ഈ ചെയ്ത ആക്ടിന്റെ ഇടയിൽ മുഴുവൻ അതായിരുന്നു നോട്ടം. ഇത് കഴിഞ്ഞാ ഞാൻ അത് കൊണ്ടുപോകും. അവിടെ ചെറിയ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, അതൊന്നും വേണ്ട. എന്തായാലും ചക്കരെ അസറായിട്ട് അഭിനയിച്ചു. താങ്ക് യു. അതേപോലെ അശ്വിൻ നല്ല മനോഹരമായിരുന്നു. അർച്ചനയെ നല്ലോണം സപ്പോർട്ട് ചെയ്തു. അർച്ചന ഈ പാട്ടിനകത്ത് ഒരുപാട് ഫീൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് നല്ലോണം അത് നമ്മളിലേക്ക് എത്തി.
അത് മോൾ ഈ എസ്പെഷ്യലി ആദ്യം ആ ഒരു ന്യൂസ്, ആ ഒരു വാർത്ത വന്നത് വല്ലാത്തൊരു ഡിസ്റ്റർബിങ് വാർത്തയായിരുന്നു. അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു നൊമ്പരം ആദ്യം തന്നെ ഒരു വാർത്തയിലൂടെ നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ ഈ പാട്ട് എന്തായാലും വണ്ടർഫുൾ പെർഫോമൻസ് ആയിരുന്നു അർച്ചന. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. അപ്പൊ എന്തായാലും ഈ ഷെഡ്യൂളിലെ ഹിഡൻ മാർക്ക് ആരുടെയാണെന്ന് അറിയണ്ടേ? കുട്ടൻപിള്ളയുടെ. കുട്ടപ്പിള്ള ഇങ്ങനെ ഒന്ന് എന്തായിട്ടൊക്കെ വരുമായിരുന്നു. അപ്പൊ കുട്ടപ്പിള്ളയുടെ മാർക്കാണ് കുട്ടപ്പൻ പിള്ളയുടെ മാർക്കാണ് ഹിഡൻ മാർക്ക്. യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ഷാനിക. അർച്ചന സർ 9. താങ്ക് യു താങ്ക് യു ഷാനിക. ശരത് സർ. അർച്ചന സർ 9. താങ്ക് യു സർ ചേച്ചി. അർച്ചന 9. താങ്ക് യു മിന്നുനും പാറൂനും 10. Thank you. ഫുൾ മാർക്ക് അല്ലേ? അതെ, ഫുൾ മാർക്ക്. ഓക്കെ, എം ജി സർ. ഇവർക്ക് 3 പേർ കൂടെ 5 മാർക്ക്. ആണെന്ന് വലത്ത് വശത്ത് 5, ഇടത്ത് വശത്ത് ഗസ് ചെയ്യാം. ഇവിടെ കിടക്കട്ടെ. ഓക്കെ, സോ ടോട്ടൽ 27. താങ്ക് യു Superstar.